ഉമ്മ, നിങ്ങൾ എനിക്ക് തന്ന സ്വർണം തിരികെ എടുത്തോളൂ. എനിക്കിനി അതൊന്നും വേണ്ട. വിവാഹം കഴിഞ്ഞ് മാസങ്ങൾക്കുള്ളിൽ സ്വന്തം മകൾ ഉമ്മയോട് അങ്ങനെ പറഞ്ഞപ്പോൾ സുഹറയ്ക്ക് ഒന്നും മനസ്സിലായില്ല. മകളുടെ വിവാഹത്തിന് വേണ്ടി ജീവിതം മുഴുവൻ സമ്പാദിച്ചതെല്ലാം ചെലവാക്കി മകളെ സ്വർണത്തിൽ മുക്കി മറ്റൊരു വീട്ടിലേക്ക് അയച്ചതായിരുന്നു അവർ. പക്ഷേ ആ മകൾക്ക് ആ വീട്ടിൽ നിന്ന് കിട്ടിയത് സ്നേഹമായിരുന്നില്ല, സ്വർണത്തിൻ്റെ കണക്കായിരുന്നു. അവൾ ഗർഭിണിയായപ്പോഴും അവസ്ഥ മാറിയില്ല. ഒടുവിൽ കുഞ്ഞ് ജനിച്ച ദിവസം സംഭവിച്ച ഒരു കാര്യം അവളെ തകർത്ത് കളഞ്ഞു. അന്ന് രാത്രി സ്വന്തം കുഞ്ഞിനെ ചേർത്ത് പിടിച്ച് അവളൊരു തീരുമാനമെടുത്തു. ഇനി ഞാൻ ആ വീട്ടിലേക്ക് തിരിച്ചു വരില്ല. പക്ഷേ നസിയയുടെ ആ തീരുമാനത്തിന് പിന്നിലെ യഥാർത്ഥ കാരണം അറിഞ്ഞപ്പോൾ അവളുടെ ഉപ്പ പോലും തകർന്നുപോയി. ഇതാണ് നസിയയുടെ കഥ. നസിയ അവരുടെ വീട്ടിലെ മൂത്ത മകളായിരുന്നു. അവളുടെ വിവാഹം ഉറപ്പിച്ച ദിവസം മുതൽ ആ വീട്ടിൽ ഒരു പ്രത്യേക സന്തോഷമായിരുന്നു. ഉപ്പ അബ്ദുൾ റഹ്മാനും ഉമ്മ സുഹറയും വർഷങ്ങളായി കാത്തിരുന്ന ദിവസമായിരുന്നു അത്. മകളെ നല്ലൊരു വീട്ടിലേക്ക് അയക്കണം, അവൾക്ക് ഒരിക്കലും ഒന്നിനും കുറവുണ്ടാകരുത്. അതാണ് അവരുടെ ഒരേ ഒരു ആഗ്രഹം. അബ്ദുൾ റഹ്മാൻ വലിയ പണക്കാരനൊന്നുമായിരുന്നില്ല, ചെറിയൊരു വ്യാപാരമായിരുന്നു. വരുമാനം വലിയതൊന്നുമില്ലെങ്കിലും മക്കളുടെ കാര്യത്തിൽ അദ്ദേഹം ഒരിക്കലും കണക്ക് കൂട്ടിയിരുന്നില്ല. നസിയുടെ വിവാഹം അടുത്തതോടെ അദ്ദേഹം പകലും രാത്രിയും അധ്വാനിച്ചു. ഉമ്മ സുഹറയാകട്ടെ മകളുടെ വിവാഹത്തിനായി ഓരോന്നായി സാധനങ്ങൾ ഒരുക്കിക്കൊണ്ടിരുന്നു. ഒരു ദിവസം നസിയ ഉമ്മയുടെ അടുത്തിരുന്ന് ചോദിച്ചു, ഉമ്മ, ഇത്രയും എന്തിനാ? എനിക്കിതൊന്നും വേണ്ട. നിനക്ക് വേണ്ടെന്നറിയാം മോളെ. പക്ഷേ ഒരു ഉമ്മയ്ക്ക് മകളെ കൈപിടിച്ച് മറ്റൊരു വീട്ടിലേക്ക് അയക്കുമ്പോൾ അവൾക്ക് കഴിയുന്നതെല്ലാം കൊടുക്കണമെന്നൊരു ആഗ്രഹമുണ്ടാവും. നസിയ ഉമ്മയെ കെട്ടിപ്പിടിച്ചു. അവൾക്കറിയില്ലായിരുന്നു ആ സ്വർണത്തിൻ്റെ പേരിൽ തൻ്റെ ജീവിതത്തിൽ ഇത്രയും വലിയൊരു കൊടുങ്കാറ്റ് വരുമെന്ന്. വിവാഹ ദിവസം എത്തി. ആ വീട് ആളുകളെ കൊണ്ട് നിറഞ്ഞു. ബന്ധുക്കൾ, സുഹൃത്തുക്കൾ, അയൽക്കാർ. പന്തലിൽ വെളിച്ചങ്ങൾ തിളങ്ങി. നസിയ വധുവായി അണിഞ്ഞൊരുങ്ങിയപ്പോൾ സുഹറ അവളെ നോക്കി കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, എൻ്റെ മോളെ ഇന്നെനിക്ക് തിരിച്ചറിയാൻ പോലും പറ്റുന്നില്ലല്ലോ. നസിയ ചിരിച്ചു. ഉമ്മ കരയല്ലേ? സുഹറ കണ്ണുനീർ തുടച്ചു. ഇത് സന്തോഷത്തിൻ്റെ കണ്ണീരാ മോളെ. വിവാഹം ഗംഭീരമായി നടന്നു. നസിയയുടെ കഴുത്തിലും കൈകളിലും അണിഞ്ഞിരുന്ന സ്വർണം ബന്ധുക്കളുടെ ശ്രദ്ധ പിടിച്ചു പറ്റി. പക്ഷേ അതിലേക്കാൾ സന്തോഷമായിരുന്നു അവളുടെ മാതാപിതാക്കളുടെ മുഖത്ത്. അവർക്ക് തോന്നി നമ്മുടെ മകളുടെ ജീവിതം ഇനി സുരക്ഷിതമാണ്. പക്ഷേ അവർക്കറിയില്ലായിരുന്നു ആ സ്വർണം കണ്ട ചില കണ്ണുകളിൽ അന്നു തന്നെ സ്നേഹമല്ല കണക്കുകൂട്ടലാണ് തുടങ്ങിയത്. വിവാഹം കഴിഞ്ഞിട്ട് ആദ്യത്തെ കുറച്ച് ആഴ്ചകൾ നസിയയ്ക്ക് നല്ലതായിരുന്നു. റിഷാദ് അവളോട് സ്നേഹത്തോടെ പെരുമാറി. അമ്മായി സൈനബിയും മരുമകളോട് വലിയ സ്നേഹമാണ് കാണിച്ചത്. വീട്ടിലെ എല്ലാവരും അവളെ സന്തോഷിപ്പിക്കാൻ ശ്രമിച്ചു. അങ്ങനെ ഒരു മാസം കഴിഞ്ഞു. ഒരു ദിവസം നസിയയും റിഷാദും മുറിയിൽ സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോൾ റിഷാദ് വളരെ സ്വാഭാവികമായി ചോദിച്ചു, നസിയ, നിന്റെ സ്വർണമൊക്കെ നീ എവിടെയാണ് സൂക്ഷിച്ചിരിക്കുന്നത്? അവൾക്ക് ആ ചോദ്യം ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. എന്തിനാ റിഷാദ്? അല്ല, വെറുതെ ചോദിച്ചതാ. ഉപ്പയുടെ ലോക്കറിലാണ്. റിഷാദ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ആ രാത്രി ഭക്ഷണം കഴിക്കുമ്പോൾ അവൻ ഉമ്മയോട് ആ കാര്യം പറഞ്ഞു. സൈനബിയുടെ മുഖം മാറി. എല്ലാം അവളുടെ ഉപ്പയുടെ ലോക്കറിലാണോ? അതേ ഉമ്മ. കുറച്ചു നേരം ആരും സംസാരിച്ചില്ല. പിന്നെ സൈനബ പതുക്കെ പറഞ്ഞു, കല്യാണം കഴിഞ്ഞിട്ട് ഒരു മാസമായല്ലോ. ഇനി അവളുടെ സ്വർണം അവളുടെ വീട്ടിൽ കിടക്കുന്നത് എന്തിനാ? അത് കേട്ട് റിഷാദ് ഒന്നും മറുപടി പറഞ്ഞില്ല. പക്ഷേ അന്നു മുതൽ നസിയോടുള്ള അവരുടെ സ്നേഹത്തിന് പതുക്കെ ഒരു വില നിശ്ചയിക്കപ്പെടാൻ തുടങ്ങി. അടുത്ത ദിവസങ്ങളിൽ നസിയയ്ക്ക് വലിയ മാറ്റമൊന്നും തോന്നിയില്ല. പക്ഷേ ചെറിയ ചില കാര്യങ്ങൾ അവൾ ശ്രദ്ധിക്കാൻ തുടങ്ങി. ഒരു ദിവസം സൈനബിയുടെ സഹോദരി വീട്ടിൽ വന്നു. സംസാരത്തിനിടയിൽ അവൾ നസിയയെ നോക്കി പറഞ്ഞു, മോളുടെ കല്യാണത്തിന് നല്ല സ്വർണമുണ്ടായിരുന്നല്ലോ. എല്ലാം നല്ലതായിരുന്നല്ലേ? അമ്മയും ഉപ്പയും അവർക്ക് കഴിയുന്നതുപോലെ തന്നു. ആഹാ. അത്രയും പറഞ്ഞിട്ട് അവർ സൈനബിയെ നോക്കി. ആ നോട്ടത്തിൻ്റെ അർത്ഥം നസിയയ്ക്ക് മനസ്സിലായില്ല. അന്ന് വൈകുന്നേരം റിഷാദ് വീട്ടിലെത്തിയപ്പോൾ സൈനബ അവനോട് പറഞ്ഞു, മോനെ, നസിയുടെ സ്വർണമൊക്കെ അവളുടെ ഉപ്പയുടെ ലോക്കറിലാണെന്ന് അവൾ പറഞ്ഞത് ശരിയാണോ? അതേ ഉമ്മ, എല്ലാം അങ്ങനെ തന്നെയാ പറഞ്ഞത്. സൈനബ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, അവളുടെ ഉപ്പ കൊടുത്തത് അവൾക്കുള്ളതല്ലേ മോനെ. പക്ഷേ കല്യാണം കഴിഞ്ഞ പെണ്ണിൻ്റെ ആഭരണങ്ങൾ സ്വന്തം വീട്ടിൽ സൂക്ഷിക്കുന്നത് ശരിയാണോ? റിഷാദ് ഒന്നും പറഞ്ഞില്ല. പക്ഷേ ഉമ്മയുടെ വാക്കുകൾ അവൻ്റെ മനസ്സിൽ കയറി. 2 ദിവസം കഴിഞ്ഞ് റിഷാദ് നസിയോട് വീണ്ടും അതേ കാര്യം ചോദിച്ചു. നസിയ, നിന്റെ സ്വർണമൊക്കെ ഒരിക്കൽ ഇവിടെ കൊണ്ടുവരാമോ? നസിയ അത്ഭുതത്തോടെ അവനെ നോക്കി. എന്തിനാ? ഇവിടെ ലോക്കറിൽ വെക്കാം, സുരക്ഷിതമായിരിക്കും. നസിയ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പതുക്കെ പറഞ്ഞു, റിഷാദ്, അത് ഉമ്മയും ഉപ്പയും എനിക്ക് തന്നതാണ്. പക്ഷേ ഇപ്പോൾ അവർ തന്നെയാണ് സൂക്ഷിക്കുന്നത്. എനിക്ക് അതാണ് ഇഷ്ടം. റിഷാദിൻ്റെ മുഖത്തെ ചിരി മാഞ്ഞു. നിനക്കെന്നെ വിശ്വാസമില്ലേ? അങ്ങനെയല്ല.
പിന്നെ നസിയയ്ക്ക് മറുപടി പറയാനായില്ല. അവൾക്കന്ന് ആദ്യമായി തോന്നി, സ്വർണം വീട്ടിലെത്തിക്കാനുള്ള ആവശ്യം സ്വർണത്തെക്കുറിച്ചുള്ളതല്ല, അത് വിശ്വാസത്തെക്കുറിച്ചുള്ള ഒരു പരീക്ഷണമായിരുന്നു. ആ ദിവസത്തിന് ശേഷം റിഷാദിൻ്റെ പെരുമാറ്റത്തിൽ ചെറിയൊരു മാറ്റം നസിയ ശ്രദ്ധിച്ചു. മുമ്പത്തെ പോലെ സംസാരിക്കാറില്ല. ചെറിയ കാര്യങ്ങൾക്ക് പോലും പെട്ടെന്ന് ദേഷ്യപ്പെടും. നസിയ അതൊന്നും വലിയ കാര്യമായി എടുത്തില്ല. പുതിയ വിവാഹം, എല്ലാവർക്കും തമ്മിൽ ഒത്തുപോകാൻ കുറച്ച് സമയം വേണമല്ലോ, അവൾ സ്വയം ആശ്വസിച്ചു. ഒരു ഞായറാഴ്ച ഉച്ചയ്ക്ക് ഉമ്മ സുഹറ വിളിച്ചു. മോളെ ഉണ്ട്, നന്നായിരിക്കുന്നു ഉമ്മ. റിഷാദ് നിന്നോട് നന്നായിട്ടാണല്ലോ പെരുമാറുന്നത്. അതേ ഉമ്മ. അവൾ അങ്ങനെ പറഞ്ഞെങ്കിലും ശബ്ദത്തിലെ ചെറിയൊരു മടുപ്പ് ഉമ്മ ശ്രദ്ധിച്ചു. എന്താ മോളെ? ഒന്നുമില്ല. അപ്പോഴാണ് പിന്നിൽ നിന്ന് സൈനബിയുടെ ശബ്ദം കേട്ടത്. നസിയ, എന്താ ഉമ്മ? ഫോൺ വെച്ചിട്ട് ഒന്ന് ഇങ്ങോട്ട് വരാമോ? നസിയ ഫോൺ വെച്ച് സൈനബയുടെ അടുത്തേക്ക് ചെന്നു. സൈനബ അവളെ നോക്കി കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ പറഞ്ഞു, മോളെ, നിനക്ക് ഞങ്ങളോട് എന്തെങ്കിലും വിരോധമുണ്ടോ? ഇല്ല ഉമ്മ. പിന്നെ നിന്റെ സ്വർണം ഇവിടെ കൊണ്ടുവരാൻ എന്തിനാണിത്ര മടി? നസിയുടെ മുഖം മാറി. ഉമ്മ, മടിയൊന്നുമില്ല. ഉപ്പയും ഉമ്മയും സൂക്ഷിച്ചോട്ടെ എന്നാണ് ഞാൻ കരുതുന്നത്. സൈനബയുടെ ശബ്ദം പെട്ടെന്ന് കടുപ്പമായി. കല്യാണം കഴിഞ്ഞിട്ട് നീ ഇപ്പോഴും നിന്റെ ഉപ്പയുടെ വീട്ടിലെ കാര്യങ്ങളാണ് നോക്കുന്നത്. ഇനി നീ ഈ വീട്ടിലെ മരുമകളാണ്. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. ഉമ്മ, ഞാൻ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. എങ്കിൽ തെളിയിക്കണം. നസിയ ഒന്നും പറഞ്ഞില്ല. അന്ന് രാത്രി അവൾ കിടക്കയിൽ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. അവളുടെ മനസ്സിൽ ഒരു ചോദ്യം മാത്രം. എൻ്റെ ഉപ്പയും ഉമ്മയും സ്നേഹത്തോടെ തന്ന സ്വർണം എപ്പോഴാണ് ഈ വീട്ടിൽ എൻ്റെ സ്നേഹത്തിൻ്റെ അളവുകോലായി മാറിയത്? അന്നത്തെ ദിവസം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങൾ നസിയ വളരെ വിഷമത്തിലായിരുന്നു. പക്ഷേ റിഷാദിനോട് അവൾ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് തോന്നി, അമ്മായിക്ക് ഇപ്പോൾ ചെറിയൊരു തെറ്റിദ്ധാരണ മാത്രമാണ്. സമയം കഴിഞ്ഞാൽ എല്ലാം ശരിയാകും. ദിവസങ്ങൾ കടന്നുപോയി. പതുക്കെ നസിയ വീണ്ടും പഴയ പോലെ സന്തോഷിക്കാൻ തുടങ്ങി. അതിനിടയിലാണ് ഒരു ദിവസം അവൾക്ക് തൻ്റെ ശരീരത്തിൽ ചില മാറ്റങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടത്. രാവിലെ ഭക്ഷണം കഴിക്കുമ്പോൾ പെട്ടെന്ന് ഛർദ്ദിക്കാൻ തോന്നുന്നു. അടുക്കളയിലെ മണം പോലും സഹിക്കാൻ കഴിഞ്ഞില്ല. സൈനബ അത് ശ്രദ്ധിച്ചു. നസിയ, എന്താ നിനക്ക്? അറിയില്ല ഉമ്മ, കുറച്ച് ദിവസമായി ഇങ്ങനെയാ. സൈനബ ഒന്നും പറഞ്ഞില്ല. പക്ഷേ വൈകുന്നേരം റിഷാദ് വീട്ടിലെത്തിയപ്പോൾ നസിയ അവനോട് പറഞ്ഞു. ആ നിമിഷം റിഷാദ് അവളെ ചേർത്ത് പിടിച്ചു. നസിയ, നമ്മൾക്കൊരു കുഞ്ഞ്. ആ വാർത്ത കേട്ടപ്പോൾ വീട്ടിലും സന്തോഷം നിറഞ്ഞു. സൈനബ മകൻ്റെ അടുത്തേക്ക് വന്നു പറഞ്ഞു, അൽഹംദുലില്ലാ, എൻ്റെ വീട്ടിൽ ഒരു കുഞ്ഞ് വരാൻ പോകുന്നു. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾക്ക് തോന്നി, ഇനിയെല്ലാം മാറും. അമ്മായിയമ്മ തന്നെ നോക്കിക്കൊള്ളും. റിഷാദ് കൂടുതൽ സ്നേഹത്തോടെ പെരുമാറും. സ്വർണത്തിൻ്റെ പേരിലുണ്ടായിരുന്ന ചെറിയ പ്രശ്നങ്ങളും മറക്കും. അവൾ ഉടൻ ഉമ്മയെ വിളിച്ചു. ഉമ്മ, എന്താ മോളെ? നസിയുടെ ശബ്ദത്തിൽ സന്തോഷം നിറഞ്ഞിരുന്നു. ഉമ്മ, നിങ്ങൾക്കൊരു സന്തോഷ വാർത്തയുണ്ട്. ഉമ്മ ഒന്നും മനസ്സിലാകാതെ ചിരിച്ചു. എന്താ മോളെ? നസിയ പതുക്കെ പറഞ്ഞു. ഉമ്മൂമ്മയാകാൻ തയ്യാറായിക്കോ? അങ്ങേ തലയ്ക്കൽ കുറച്ചു നേരം നിശബ്ദത. പിന്നെ സുഹറയുടെ കരച്ചിൽ. സന്തോഷത്തിനിടയിൽ നസിയ അറിഞ്ഞില്ല, അവളുടെ കുഞ്ഞിൻ്റെ വരവോടെ തൻ്റെ ജീവിതത്തിൽ മറ്റൊരു വലിയ പ്രശ്നം കൂടി തുടങ്ങാൻ പോകുകയാണെന്ന്. നസിയയുടെ ഗർഭവാർത്ത അറിഞ്ഞതോടെ ആദ്യത്തെ കുറച്ച് ദിവസങ്ങൾ ആ വീട്ടിൽ സന്തോഷമായിരുന്നു. റിഷാദ് അവളെ പ്രത്യേകം ശ്രദ്ധിച്ചു. നീ അധികം ജോലി ചെയ്യണ്ട, സമയം തെറ്റാതെ ഭക്ഷണം കഴിക്കണം, ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്നോട് പറയണം. അവൻ്റെ ഈ കരുതൽ കണ്ടപ്പോൾ നസിയുടെ മനസ്സിൽ വീണ്ടും പ്രതീക്ഷ നിറഞ്ഞു. എനിക്ക് പേടിക്കേണ്ടതൊന്നുമില്ല, റിഷാദ് എൻ്റെ കൂടെയുണ്ട്. പക്ഷേ ആ സന്തോഷത്തിന് അധികം ആയുസ്സുണ്ടായിരുന്നില്ല. ഗർഭത്തിൻ്റെ 3-ാം മാസം ആയപ്പോഴേക്കും നസിയയ്ക്ക് ക്ഷീണം കൂടുതലായി. ഒരു ദിവസം രാവിലെ അടുക്കളയിൽ ജോലി ചെയ്യുന്നതിനിടെ അവൾക്ക് തല ചുറ്റി. ചുവരിൽ പിടിച്ചു നിന്നാണ് അവൾ വീഴാതെ രക്ഷപ്പെട്ടത്. അത് കണ്ട സൈനബ ഓടി വന്നു. എന്തു പറ്റി? അറിയില്ല ഉമ്മ, കുറച്ചു തല ചുറ്റുന്നു. സൈനബ അവളെ ഇരുത്തി. നസിയ കരുതി അമ്മായി അവളെ വിശ്രമിക്കാൻ പറയുമെന്നാണ്. പക്ഷേ സൈനബയുടെ അടുത്ത ചോദ്യം അവളെ അത്ഭുതപ്പെടുത്തി. ഇനി വീട്ടുജോലിയൊക്കെ ആര് ചെയ്യും? നസിയ ഒന്നും മിണ്ടിയില്ല. നിനക്ക് ഗർഭമാണെന്ന് കരുതി വീട്ടിലെ കാര്യങ്ങൾ മുഴുവൻ നിർത്തിവെക്കാൻ പറ്റില്ലല്ലോ മോളെ. ആ വാക്കുകൾ നസിയയുടെ മനസ്സിൽ തട്ടി. അവൾ പതുക്കെ എഴുന്നേറ്റു. ഞാൻ ചെയ്തോളാം ഉമ്മ. അന്ന് വൈകുന്നേരം റിഷാദ് വന്നപ്പോൾ നസിയ ഒന്നും പറഞ്ഞില്ല. അവൾക്ക് സ്വന്തം ഉമ്മയെ വിളിച്ച് പറയണമെന്നുണ്ടായിരുന്നു. പക്ഷേ അവൾ പറഞ്ഞില്ല. ഉമ്മ വിഷമിക്കണ്ട, അതായിരുന്നു അവൾ എപ്പോഴും കരുതിയത്. ദിവസങ്ങൾ വീണ്ടും കടന്നുപോയി. അതിനിടെ നസിയയുടെ ഉപ്പ അബ്ദുൾ റഹ്മാൻ അവളെ കാണാൻ ഭർത്താവിൻ്റെ വീട്ടിലെത്തി. കയ്യിൽ പഴങ്ങളൊക്കെ ആയാണ് ഉപ്പ വന്നത്. മകളെ കണ്ടപ്പോൾ അയാൾക്ക് സന്തോഷമായി. മോളെ, നീ കുറച്ചുകൂടി ക്ഷീണിച്ചല്ലോ. നസിയ ചിരിച്ചു. റഹ്മാൻ മകളുടെ തലയിൽ കൈവച്ചു. പിന്നെ റിഷാദിനോട് പറഞ്ഞു, മോനെ, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ പറയണം. നസിയെ നന്നായി നോക്കണം, തീർച്ചയായും. അപ്പോഴാണ് സൈനബ അവിടെ വന്നത്. അവൾ വളരെ സ്വാഭാവികമായി പറഞ്ഞു, അത് ഞങ്ങൾ നോക്കുന്നുണ്ട്.
പക്ഷേ ഇവൾക്ക് സ്വന്തം വീട്ടുകാരോടാണ് സ്നേഹം കൂടുതൽ. അബ്ദുൾ റഹ്മാൻ ഒന്ന് ഞെട്ടി. എന്താ? ഒന്നുമില്ല. സൈനബ ചിരിച്ചു. പക്ഷേ ആ ചിരിക്ക് പിന്നിൽ മറ്റെന്തോ ഉണ്ടെന്ന് നസിയയ്ക്ക് മനസ്സിലായി. ഉപ്പ മടങ്ങിപ്പോകാൻ നേരം നസിയയുടെ കയ്യിൽ കുറച്ച് പണം വെച്ചു. ഇത് വെച്ചോ മോളെ, നിനക്ക് എന്തെങ്കിലും വാങ്ങാൻ. നസിയ ഉടൻ പറഞ്ഞു. ഉപ്പ, എനിക്ക് പൈസയൊന്നും വേണ്ട. അന്ന് രാത്രി സൈനബ മകനോട് പറഞ്ഞു. നിന്റെ ഭാര്യയുടെ ഉപ്പ അവൾക്ക് ഇനിയും പണം കൊടുക്കുന്നുണ്ടല്ലോ. റിഷാദ് മിണ്ടാതെ നിന്നു. സൈനബ പതുക്കെ കൂട്ടിച്ചേർത്തു. അവർക്ക് മകളോട് ഇത്രയും സ്നേഹമാണെങ്കിൽ അവളുടെ പ്രസവച്ചെലവിനെക്കുറിച്ച് എന്തെങ്കിലും സംസാരിച്ചോ? റിഷാദ് ആദ്യമായി ഉമ്മയെ അതിശയത്തോടെ നോക്കി. ഉമ്മ, അതൊക്കെ ഇപ്പോൾ എന്തിനാ? സൈനബ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു കണക്കുകൂട്ടൽ ഇതിനകം തുടങ്ങിയിരുന്നു. നസിയുടെ കുഞ്ഞ് ജനിക്കാൻ ഇനിയും മാസങ്ങൾ ബാക്കിയുണ്ടായിരുന്നു. എന്നാൽ ആ കുഞ്ഞിൻ്റെ ജനനത്തിന് മുമ്പേ ആ കുഞ്ഞിൻ്റെ പേരിൽ ആരിൽ നിന്ന് എന്തൊക്കെ വാങ്ങാമെന്ന് ചിലർ ചിന്തിച്ചു തുടങ്ങിയിരുന്നു. അടുത്ത ദിവസങ്ങളിൽ നസിയയ്ക്ക് സൈനബയുടെ പെരുമാറ്റത്തിലെ മാറ്റം കൂടുതൽ വ്യക്തമായി തോന്നി. മുമ്പ് അവൾ നസിയോട് സ്നേഹത്തോടെ സംസാരിക്കുമായിരുന്നു. ഇപ്പോൾ ഓരോ കാര്യത്തിനും ഒരു കണക്കുണ്ടായിരുന്നു. ഡോക്ടറെ കാണാൻ പോകേണ്ട ദിവസം റിഷാദ് പറഞ്ഞപ്പോൾ സൈനബ ചോദിച്ചു. ഇത്രയും തവണ ആശുപത്രിയിൽ പോകേണ്ട ആവശ്യമുണ്ടോ? റിഷാദ് പറഞ്ഞു. ഉമ്മ, ഡോക്ടർ പറഞ്ഞതല്ലേ പരിശോധനകൾ സമയത്ത് ചെയ്യണം. അതൊക്കെ ശരിയാ, പക്ഷേ പണച്ചെലവും നോക്കണം. നസിയ ആ വാക്കുകൾ കേട്ട് ഒന്നും പറഞ്ഞില്ല. അവളുടെ കൈ അറിയാതെ വയറിലേക്ക് പോയി. അകത്ത് വളരുന്ന കുഞ്ഞിനെക്കുറിച്ച് അവൾക്ക് മാത്രമായിരുന്നു ചിന്ത. അന്ന് രാത്രി അവൾ റിഷാദിനോട് പതുക്കെ ചോദിച്ചു. റിഷാദ്, ഉമ്മയ്ക്ക് എന്നോട് എന്തെങ്കിലും ദേഷ്യമുണ്ടോ? എന്തിനാ അങ്ങനെ ചോദിക്കുന്നത്? അറിയില്ല, മുമ്പത്തെ പോലെയല്ല. റിഷാദ് കുറച്ചു നേരം മിണ്ടാതെ കിടന്നു. പിന്നെ പറഞ്ഞു. നീ ഇപ്പോൾ ഗർഭിണിയല്ലേ, അതുകൊണ്ടായിരിക്കും. നസിയ അത് വിശ്വസിക്കാൻ ശ്രമിച്ചു. പക്ഷേ അടുത്ത ആഴ്ച നടന്ന ഒരു സംഭവം അവളെ വല്ലാതെ വേദനിപ്പിച്ചു. അവളുടെ ഉമ്മ സുഹറ വിളിച്ചു. അവളെ, നിന്റെ പ്രസവം ഇവിടെ ആക്കാമോ എന്ന് ഉപ്പ ചോദിക്കുന്നുണ്ട്. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. സ്വന്തം വീട്ടിൽ പ്രസവിക്കണമെന്ന ആഗ്രഹം അവൾക്കുമുണ്ടായിരുന്നു. പക്ഷേ അവൾ റിഷാദിനോട് ചോദിക്കണമെന്ന് കരുതി. പക്ഷേ ഉമ്മ, ഞാൻ റിഷാദിനോട് ചോദിച്ചിട്ട് പറയാം. ഫോൺ വെച്ച ശേഷം അവൾ റിഷാദിൻ്റെ അടുത്തേക്ക് ചെന്നു. റിഷാദ്, ഉമ്മ ചോദിച്ചു, പ്രസവത്തിന് കുറച്ച് ദിവസം ഞാൻ വീട്ടിൽ പോയിരിക്കട്ടെ എന്ന്. റിഷാദ് ഉടൻ മറുപടി പറഞ്ഞില്ല. അവൻ ഉമ്മയുടെ മുറിയിലേക്ക് നോക്കി. അവിടെ നിന്ന് സൈനബയുടെ ശബ്ദം വന്നു. അവൾക്ക് പോകണമെങ്കിൽ പോകട്ടെ, പക്ഷേ കുഞ്ഞ് ജനിച്ചിട്ട് തിരിച്ചു വരുമ്പോൾ ചില കാര്യങ്ങൾ കൂടി തീരുമാനിക്കേണ്ടി വരും. നസിയ അത് കേട്ടു. എന്ത് കാര്യങ്ങൾ? സൈനബ നേരെ അവളുടെ മുഖത്തേക്ക് നോക്കി. പിന്നെ വളരെ ശാന്തമായി പറഞ്ഞു. നിന്റെ സ്വർണത്തിൻ്റെ കാര്യം. നസിയുടെ മുഖം വിളറി. അവൾ ഒന്നും പറയാതെ റിഷാദിനെ നോക്കി. പക്ഷേ റിഷാദ് ഉമ്മയെ എതിർക്കാതെ തല താഴ്ത്തി നിന്നു. ആ നിമിഷം നസിയയ്ക്ക് മനസ്സിലായി, ഇത്രയും നാൾ താൻ ഒറ്റയ്ക്കാണ് ഈ വീട്ടിൽ തൻ്റെ സ്ഥാനം കാത്തു സൂക്ഷിച്ചിരുന്നത്. നസിയുടെ ഗർഭകാലം മുന്നോട്ട് പോകുമ്പോൾ അവളുടെ വയറും പതുക്കെ വളർന്നു. കുഞ്ഞിൻ്റെ അനക്കം ആദ്യമായി അനുഭവപ്പെട്ട ദിവസം അവൾക്ക് ലോകം മുഴുവൻ സന്തോഷമായിരുന്നു. പക്ഷേ ആ സന്തോഷം അധികനാൾ നീണ്ടില്ല. ഗർഭം മുന്നോട്ട് പോകുന്തോറും നസിയയ്ക്ക് കൂടുതൽ വിശ്രമം ആവശ്യമായി വന്നു. ഒരു ദിവസം രാവിലെ അവൾക്ക് ശക്തമായ ക്ഷീണം തോന്നി. അടുക്കളയിൽ നിന്നുകൊണ്ട് അവൾ സൈനബയോട് പറഞ്ഞു. ഉമ്മ, ഇന്ന് കുറച്ചു നേരം കിടന്നോട്ടെ, ശരീരം വല്ലാതെ തളർന്നിട്ടുണ്ട്. സൈനബ അവളെ നോക്കി. നസിയ, ഗർഭിണിയാണെന്ന് കരുതി വീട്ടിലെ ജോലിയൊക്കെ നിർത്താൻ പറ്റുമോ? നസിയ ഒന്നും പറഞ്ഞില്ല. അവൾ പതുക്കെ വീണ്ടും ജോലിയിൽ ഏർപ്പെട്ടു. അന്ന് വൈകുന്നേരം റിഷാദ് വീട്ടിലെത്തിയപ്പോൾ അവൾ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മുഖത്തെ ക്ഷീണം അവൻ ശ്രദ്ധിച്ചു. നസിയ, നിനക്ക് സുഖമില്ലേ? കുറച്ച് ക്ഷീണമുണ്ട്, റിഷാദ് ഉമ്മയോട് പറഞ്ഞു. ഉമ്മ, അവൾക്ക് കുറച്ച് വിശ്രമം കൊടുക്കണം. സൈനബ ഉടൻ മറുപടി പറഞ്ഞു. അവൾക്ക് വിശ്രമം വേണമെങ്കിൽ അവളുടെ വീട്ടിൽ പോയി നിൽക്കട്ടെ. ആ വാക്ക് കേട്ട് നസിയുടെ മുഖം മങ്ങി. റിഷാദ് ഉമ്മയെ നോക്കി. ഉമ്മ, ഞാൻ പറഞ്ഞത് തെറ്റാണോ? അവളുടെ ഉമ്മയും ഉപ്പയും അവളെ നോക്കാൻ ആഗ്രഹിക്കുന്നുണ്ടല്ലോ. നസിയ ഒന്നും മിണ്ടാതെ മുറിയിലേക്ക് പോയി. അവൾ ഉമ്മയെ വിളിച്ചു. കുറച്ചു നേരം നസിയ ഒന്നും പറഞ്ഞില്ല. പിന്നെ പതുക്കെ ചോദിച്ചു. ഉമ്മ, ഞാൻ കുറച്ച് ദിവസം വീട്ടിൽ വന്ന് നിന്നോട്ടെ? അങ്ങേ തലയ്ക്കൽ സുഹറയുടെ ശബ്ദം ഉടൻ മാറി. എന്താ മോളെ, എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഇല്ല ഉമ്മ, എനിക്ക് നിങ്ങളെ കാണണമെന്നുണ്ട്. സുഹറയ്ക്ക് മകളുടെ ശബ്ദത്തിലെ വേദന മനസ്സിലായി. വാ മോളെ, നിനക്ക് എപ്പോഴാണ് വരാൻ തോന്നുന്നത് അപ്പോഴൊക്കെയും നിന്നെ ഉപ്പ കൂട്ടിക്കൊണ്ടുവരാൻ. പക്ഷേ അടുത്ത ദിവസം രാവിലെ അവൾക്കൊരു പുതിയ പ്രശ്നം നേരിടേണ്ടി വന്നു. റിഷാദ് അവളോട് പറഞ്ഞു. നസിയ, നീ വീട്ടിൽ പോകുന്നതിന് മുമ്പ് ഉമ്മയ്ക്ക് നിന്നോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട്. നസിയ തിരിഞ്ഞു നോക്കി. സൈനബ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. അവളുടെ മുഖത്ത് പതിവില്ലാത്തൊരു ഗൗരവം. എന്താ ഉമ്മ? സൈനബ പതുക്കെ പറഞ്ഞു. നീ പ്രസവത്തിന് സ്വന്തം വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് നിന്റെ സ്വർണത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനമെടുക്കണം. നസിയുടെ മുഖത്തെ സന്തോഷം പെട്ടെന്ന് മാഞ്ഞു. അവൾക്കപ്പോൾ മനസ്സിലായി, താൻ സ്വന്തം വീട്ടിലേക്ക് പോകുന്നതും തൻ്റെ സ്വർണവും ഈ വീട്ടുകാർക്ക് തമ്മിൽ ബന്ധമുള്ള കാര്യങ്ങളാണ്. സൈനബയുടെ വാക്കുകൾ കേട്ട് നസിയ കുറച്ചു നേരം ഒന്നും മിണ്ടാതെ നിന്നു. എന്ത് തീരുമാനമാണുമ്മ? സൈനബ നേരെ അവളുടെ കണ്ണുകളിലേക്ക് നോക്കി. നിന്റെ സ്വർണം ഇവിടെ കൊണ്ടുവന്ന്
ലോക്കറിൽ വെക്കണം. നസിയ പതുക്കെ പറഞ്ഞു. ഉമ്മ, അത് എൻ്റെ ഉപ്പയുടെയും ഉമ്മയുടെയും ലോക്കറിലാണ്. അവർ തന്നെയാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നീ പ്രസവത്തിന് നിന്റെ വീട്ടിൽ പോയാൽ പിന്നെ എപ്പോഴാണ് തിരിച്ചു വരുന്നത് എന്ന് അറിയില്ലല്ലോ. നസിയ അത്ഭുതത്തോടെ റിഷാദിനെ നോക്കി. റിഷാദ് ഉമ്മയുടെ വശത്തേക്ക് നോക്കി. ഉമ്മ പറയുന്നതിൽ കാര്യമുണ്ട് നസിയ. നിന്റെ സ്വർണം ഇവിടെ വെച്ചാൽ നമുക്കും സുരക്ഷിതമായി നോക്കിക്കൊള്ളാം. നസിയുടെ ശബ്ദമിടറി. എനിക്ക് നിങ്ങളെ വിശ്വാസമില്ലെന്നല്ല, പിന്നെ എന്താണ് പ്രശ്നം? ഉമ്മയും ഉപ്പയും എനിക്ക് തന്നതാണ്, അവർ സൂക്ഷിച്ചോട്ടെ എന്ന് ഞാൻ പറഞ്ഞതാണ്. സൈനബയുടെ മുഖം കടുപ്പമായി. നിനക്ക് നിന്റെ വീട്ടുകാരെ വിശ്വാസമുണ്ട്, ഞങ്ങളെ വിശ്വാസമില്ലേ? ഉമ്മ, അങ്ങനെ പറയരുത്. പിന്നെ എങ്ങനെ പറയണം? നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു. എൻ്റെ സ്വർണം എവിടെയിരിക്കണം എന്നതിനേക്കാൾ നിങ്ങൾ എന്നെ വിശ്വസിക്കുന്നുണ്ടോ എന്നതാണ് എനിക്ക് പ്രധാനപ്പെട്ടത്. മുറിയിൽ പെട്ടെന്ന് നിശബ്ദത. റിഷാദ് അവളെ നോക്കി, പക്ഷേ ഒന്നും പറഞ്ഞില്ല. അന്ന് വൈകുന്നേരം നസിയ സ്വന്തം ഉമ്മയെ വിളിച്ചു. എൻ്റെ സ്വർണത്തിൻ്റെ കാര്യം ഇവിടെ വീണ്ടും ചോദിച്ചു. സുഹറ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു. മോളെ, നിനക്കെന്താണ് ശരിയെന്ന് തോന്നുന്നത് അത് ചെയ്യൂ. ആ സ്വർണം നിനക്കുള്ളതാണ്. പക്ഷേ അതിനേക്കാൾ വലുതാണ് നിന്റെ സമാധാനം. അടുത്ത ദിവസം ഉപ്പ അവളെ കൂട്ടിക്കൊണ്ടു പോകാൻ വന്നു. വാതിൽക്കൽ നിൽക്കുമ്പോൾ നസിയ ഒരിക്കൽ കൂടി പിന്നിലേക്ക് തിരിഞ്ഞു നോക്കി. ഇതായിരുന്നു താൻ വിവാഹം കഴിച്ചു വന്ന വീട്. ഇവിടെയായിരുന്നു തൻ്റെ കുഞ്ഞ് ജനിക്കുമെന്ന് കരുതിയത്. പക്ഷേ ഇപ്പോൾ സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴും അവളുടെ മനസ്സിൽ സന്തോഷത്തേക്കാൾ വലിയൊരു ഭയമായിരുന്നു. കാറിൽ കയറിയ ശേഷം അബ്ദുൾ റഹ്മാൻ മകളെ നോക്കി ചോദിച്ചു. മോളെ, നീ ഞങ്ങളോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? നസിയ ജനലിലൂടെ പുറത്തേക്ക് നോക്കി. കണ്ണുകൾ നിറഞ്ഞു. അവൾ പതുക്കെ പറഞ്ഞു. ഉപ്പ, ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ വിഷമിക്കരുത്. അബ്ദുൾ റഹ്മാൻ അവളുടെ കൈ മുറുകെ പിടിച്ചു. നീ എന്തു പറഞ്ഞാലും ഉപ്പ നിന്നെ കുറ്റപ്പെടുത്തില്ല. നസിയ ആദ്യമായി എല്ലാം തുറന്നു പറയാൻ വായ തുറന്നു. പക്ഷേ അതേ നിമിഷം അവളുടെ ഫോൺ മുഴങ്ങി. റിഷാദായിരുന്നു. ഫോൺ എടുത്ത നസിയുടെ മുഖം പെട്ടെന്ന് മാറി. റിഷാദ് പറഞ്ഞ ആ ഒരു വാക്ക് കേട്ടപ്പോൾ അവളുടെ കയ്യിൽ നിന്നും ഫോൺ താഴേക്ക് വീണു. ഫോൺ താഴെ വീണതും അബ്ദുൾ റഹ്മാൻ വണ്ടി ഒതുക്കി നിർത്തി. എന്താ മോളെ, റിഷാദ് എന്താണ് പറഞ്ഞത്? നസിയ ഒന്നും മിണ്ടിയില്ല. അവളുടെ മുഖം ആകെ മാറിയിരുന്നു. ഉപ്പ വീണ്ടും ചോദിച്ചു. നസിയ അവൾ പതുക്കെ ഫോൺ എടുത്തു. കണ്ണുനീർ തുടച്ചുകൊണ്ട് പറഞ്ഞു. ഉപ്പ, റിഷാദ് പറഞ്ഞത് ഞാൻ തിരിച്ചു വരുമ്പോൾ സ്വർണം കൊണ്ടുവരണം എന്നാണ്. അബ്ദുൾ റഹ്മാൻ കുറച്ചു നേരം മിണ്ടാതിരുന്നു. പിന്നെ വളരെ ശാന്തമായി ചോദിച്ചു. അവൻ അതുകൊണ്ടാണോ നിന്നെ വിളിച്ചത്? നസിയ തലകുനിച്ചു. അതുമാത്രമല്ല ഉപ്പ, അവളുടെ ശബ്ദമിടറി. അമ്മായി പറഞ്ഞത്രേ, ഞാൻ പ്രസവത്തിന് പോകുമ്പോൾ എൻ്റെ സ്വർണം എൻ്റെ വീട്ടിൽ വെച്ചിട്ട് പോകുന്നത് ശരിയല്ലെന്ന്. അബ്ദുൾ റഹ്മാൻ്റെ മുഖം വേദന കൊണ്ട് നിറഞ്ഞു. പക്ഷേ അയാൾ ദേഷ്യപ്പെട്ടില്ല. മോളെ, നിന്റെ സ്വർണം എവിടെയുണ്ടെങ്കിലും അത് നിനക്കുള്ളതാണ്. പക്ഷേ അതിൻ്റെ പേരിൽ നിന്റെ ജീവിതം തകരാൻ ഞങ്ങൾ അനുവദിക്കില്ല. നസിയ ഉപ്പയുടെ തോളിൽ തലവെച്ച് കരഞ്ഞു. ഞാൻ എന്ത് തെറ്റാണ് ചെയ്തത് ഉപ്പ? നീ ഒരു തെറ്റും ചെയ്തിട്ടില്ല മോളെ. അല്പനേരം കഴിഞ്ഞ് അദ്ദേഹം ചോദിച്ചു. റിഷാദ് നിന്നെ സ്നേഹിക്കുന്നുണ്ടോ? ഉപ്പ, അതുകൊണ്ടാണ് എനിക്ക് കൂടുതൽ വേദനിക്കുന്നത്. ഉപ്പ ഒന്നും പറഞ്ഞില്ല. വീട്ടിലെത്തിയ ശേഷം സുഹറ മകളെ കണ്ടതും സന്തോഷത്തോടെ ഓടി വന്നു. ആ വീട്ടിൽ രാത്രി എല്ലാവരും ഉറങ്ങിയ ശേഷം സുഹറ മകളുടെ അടുത്തിരുന്നു. മോളെ, ഇനി നീ ഒന്നും വിളിക്കണ്ട. അവിടെ എന്താണ് നടക്കുന്നത്? അമ്മ, അവർക്ക് എന്നെയല്ല എൻ്റെ സ്വർണത്തെയാണ് വേണ്ടത് എന്ന് എനിക്കിപ്പോൾ തോന്നുന്നു. അത് നീ എപ്പോഴാണ് മനസ്സിലാക്കിയത്? നസിയ മറുപടി പറയുന്നതിന് മുമ്പേ പുറത്ത് കാറിൻ്റെ ശബ്ദം കേട്ടു. ഈ രാത്രി ആരാണ് വന്നതെന്ന് നോക്കാൻ അബ്ദുൾ റഹ്മാൻ വാതിൽ തുറന്നു. വാതിലിന് മുന്നിൽ നിന്നിരുന്നത് റിഷാദായിരുന്നു. അവൻ്റെ മുഖത്ത് പതിവില്ലാത്ത ഗൗരവം. അവൻ അകത്തേക്ക് നോക്കി പറഞ്ഞു. നസിയോട് എനിക്കൊന്ന് സംസാരിക്കണം. അവിടെ നിന്നിരുന്ന അബ്ദുൾ റഹ്മാൻ മകളെ നോക്കി. നസിയുടെ മനസ്സിൽ ഒരു ഭയം. റിഷാദ് ഈ രാത്രി ഇവിടെ വന്നത് എന്തിനാണ്? റിഷാദും നസിയയും വീടിൻ്റെ മുൻവശത്തെ വരാന്തയിലേക്ക് മാറി നിന്നു. കുറച്ചുനേരം ഇരുവരും ഒന്നും പറഞ്ഞില്ല. അവസാനം റിഷാദ് ചോദിച്ചു. നീ എന്നോട് എന്തിനാണ് ഇങ്ങനെ പെരുമാറുന്നത്? നസിയ അമ്പരന്നു. ഞാനോ? അതെ, നീ എൻ്റെ കൂടെ വരാൻ പോലും തയ്യാറല്ല. എൻ്റെ ഉമ്മയെയും എന്നെയും വിശ്വസിക്കുന്നില്ല. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. റിഷാദ്, ഞാൻ ആരെയും വിശ്വസിക്കുന്നില്ലെന്ന് പറഞ്ഞിട്ടില്ല. പിന്നെ സ്വർണം കൊണ്ടുവരാത്തത് എന്താണ്? നസിയ മിണ്ടാതെ നിന്നു. അത് എൻ്റെ ഉമ്മയും ഉപ്പയും എനിക്ക് തന്നതാണ്. അതെനിക്കറിയാം. പിന്നെ എന്തിനാണ് ഇത്ര നിർബന്ധം? റിഷാദ് കുറച്ചു നേരം തല താഴ്ത്തി നിന്നു. പിന്നെ പറഞ്ഞു. എനിക്കൊരു ബിസിനസ് തുടങ്ങണം നസിയ. അവൾ ഞെട്ടി. എന്ത് ബിസിനസ്? കുറച്ച് പണം വേണം. എത്ര? നിഷാദ് മറുപടി പറഞ്ഞില്ല. നസിയ വീണ്ടും ചോദിച്ചു. എത്ര പണം വേണം? അവൻ പതുക്കെ പറഞ്ഞു. നിന്റെ സ്വർണം പണയം വെച്ചാൽ മതി. ആ വാക്ക് കേട്ട നിമിഷം നസിയുടെ മുഖം മാറി. റിഷാദ്, അതിനാണോ നീ ഇത്രയും കാലം സ്വർണം ചോദിച്ചത്? നസിയ, ഞാൻ നിനക്ക് വേണ്ടി തന്നെയല്ലേ ഒരു ബിസിനസ് തുടങ്ങുന്നത്? പക്ഷേ എന്നോട് ആദ്യം പറഞ്ഞില്ലല്ലോ.
പറഞ്ഞാൽ നീ സമ്മതിക്കില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അപ്പോൾ എൻ്റെ സമ്മതം വേണ്ടെന്നാണോ നീ കരുതിയത്? റിഷാദ് മിണ്ടാതായി. അകത്ത് നിന്ന് അബ്ദുൾ റഹ്മാൻ എല്ലാം കേൾക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹം പതുക്കെ പുറത്തേക്ക് വന്നു. മോനെ. റിഷാദ് തിരിഞ്ഞു നോക്കി. അബ്ദുൾ റഹ്മാൻ്റെ ശബ്ദം ശാന്തമായിരുന്നു. ബിസിനസ് തുടങ്ങാൻ പണം വേണമെങ്കിൽ എന്നോട് പറയാമായിരുന്നു. റിഷാദ് ഒന്നും പറഞ്ഞില്ല. മകളുടെ സ്വർണം ചോദിക്കുന്നതിന് മുമ്പ് ഉപ്പയോട് ചോദിക്കാമായിരുന്നു. അത് കേട്ട് റിഷാദിൻ്റെ മുഖം താഴ്ന്നു. പക്ഷേ അബ്ദുൾ റഹ്മാൻ അടുത്തതായി പറഞ്ഞ വാക്കുകളാണ് അവിടെ നിന്ന എല്ലാവരെയും നിശബ്ദരാക്കിയത്. നസിയയുടെ സ്വർണം ഞാൻ തരില്ല. റിഷാദ് ഞെട്ടി നസിയയും ഉപ്പയെ നോക്കി. അബ്ദുൾ റഹ്മാൻ തുടർന്നു. പക്ഷേ നിന്റെ ബിസിനസ് നല്ലതാണെന്ന് എനിക്ക് വിശ്വാസമുണ്ടെങ്കിൽ എൻ്റെ കഴിവിനനുസരിച്ച് ഞാൻ സഹായിക്കും. റിഷാദ് ഒന്നും പറയാതെ അവിടെ നിന്നു മടങ്ങി. കാർ അകന്നു പോകുന്നത് നോക്കി നിന്ന നസിയയുടെ കണ്ണുകൾ നിറഞ്ഞിരുന്നു. അവൾ ഉപ്പയുടെ അടുത്തേക്ക് ചെന്നു. അബ്ദുൾ റഹ്മാൻ അവളുടെ തലയിൽ കൈവച്ചു. മോളെ, സ്വർണം നഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും സമ്പാദിക്കാം. പക്ഷേ നിന്നെ നഷ്ടപ്പെട്ടാൽ. അദ്ദേഹത്തിൻ്റെ വാക്ക് പൂർത്തിയാകുന്നതിന് മുമ്പേ ശബ്ദമിടറി. റിഷാദ് പോയത് വെറും നിരാശയോടെയായിരുന്നില്ല. അവൻ്റെ മനസ്സിൽ മറ്റൊരു തീരുമാനവും അന്നേ രാത്രിയിൽ തന്നെ ഉണ്ടായിരുന്നു. അന്ന് രാത്രി റിഷാദ് വീട്ടിലെത്തിയപ്പോൾ സൈനബ വാതിൽ തുറന്നു. മകൻ്റെ മുഖം കണ്ടപ്പോൾ അവൾക്ക് കാര്യം മനസ്സിലായി. എന്തു പറ്റി മോനെ? റിഷാദ് പറഞ്ഞു. അവളുടെ ഉപ്പ സ്വർണം തരില്ലെന്ന് പറഞ്ഞു. സൈനബ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. നസിയ എന്ത് പറഞ്ഞു? അവളും ഉപ്പയുടെ വശത്താണ്. വാക്ക് കേട്ടതും സൈനബയുടെ മുഖം കടുപ്പമായി. ഞാൻ അന്നേ പറഞ്ഞതല്ലേ, അവളുടെ മനസ്സ് ഇപ്പോഴും അവളുടെ വീട്ടിലാണ്. റിഷാദ് ഒന്നും പറഞ്ഞില്ല. സൈനബ പതുക്കെ പറഞ്ഞു. നീ ഒരു കാര്യം ചെയ്യണം. ഇപ്പോൾ അവളോട് വഴക്കുണ്ടാക്കരുത്. പിന്നെ അവൾ പ്രസവത്തിന് ശേഷം ഇവിടെ തിരിച്ചു വരട്ടെ. റിഷാദ് ഉമ്മയെ നോക്കി. എന്നിട്ട് സൈനബയുടെ ശബ്ദം താഴ്ന്നു. അപ്പോഴാണ് നമുക്ക് മനസ്സിലാകുക അവൾക്ക് ഈ വീട്ടിൽ ജീവിക്കണമെങ്കിൽ എന്തൊക്കെ വിട്ടുകൊടുക്കേണ്ടി വരുമെന്ന്. സൈനബ സ്വന്തം വീട്ടിൽ വളരെ സന്തോഷവതിയായിരുന്നു. ഉമ്മയും ഉപ്പയും അവളെ ഒരു രാജകുമാരിയെപ്പോലെ നോക്കി. സുഹറ അവൾക്ക് വേണ്ടുന്ന ഭക്ഷണം തയ്യാറാക്കും. അബ്ദുൾ റഹ്മാൻ ഇടയ്ക്കിടയ്ക്ക് വന്ന് ചോദിക്കും, മോളെ എന്തെങ്കിലും വേണോ? നസിയ ചിരിക്കും, എനിക്കൊന്നും വേണ്ട ഉപ്പ. പക്ഷേ അവളുടെ മനസ്സിൽ റിഷാദായിരുന്നു. അവൻ എന്നെ വിളിക്കാത്തത് എന്താണ്? മാസങ്ങൾ കടന്നുപോയി. നസിയുടെ പ്രസവ സമയം അടുത്തെത്തി. ഒരു രാത്രി പെട്ടെന്ന് അവൾക്ക് വേദന തുടങ്ങി. അബ്ദുൾ റഹ്മാൻ ഉടൻ ആശുപത്രിയിലേക്ക് കൊണ്ടുപോകാനുള്ള ഒരുക്കം തുടങ്ങി. കാറിൽ കയറുമ്പോൾ നസിയ റിഷാദിനെ വിളിച്ചു. ഫോൺ എടുത്തില്ല. വീണ്ടും വിളിച്ചു, എടുത്തില്ല. ആശുപത്രിയിലെത്തിയപ്പോഴേക്കും നസിയുടെ വേദന കൂടിയിരുന്നു. സുഹറ അവളുടെ കൈ മുറുകെ പിടിച്ചു. മോളെ പേടിക്കേണ്ട, ഉമ്മയുണ്ട്. അബ്ദുൾ റഹ്മാൻ പുറത്തു നിന്നുകൊണ്ട് ഡോക്ടറെയും നഴ്സുമാരെയും നോക്കി അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. നസിയ വീണ്ടും റിഷാദിനെ വിളിച്ചു. ഇത്തവണ ഫോൺ സ്വിച്ച് ഓഫ് ആയിരുന്നു. കുറച്ച് നിമിഷങ്ങൾക്ക് ശേഷം ആശുപത്രിയിലെ ഇടനാഴിയിൽ ഒരു കുഞ്ഞിൻ്റെ കരച്ചിൽ മുഴങ്ങി. അബ്ദുൾ റഹ്മാൻ കണ്ണുകളടച്ചു. അയാളുടെ ചുണ്ടിൽ ഒരു പുഞ്ചിരി. അൽഹംദുലില്ലാ. നഴ്സ് പുറത്തേക്ക് വന്നു പറഞ്ഞു, പെൺകുഞ്ഞാണ്. സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. എൻ്റെ മകൾക്ക് ഒരു മകൾ. അവൾ നസിയെ കാണാൻ അകത്തേക്ക് പോയി. നസിയ ക്ഷീണിച്ചിരുന്നെങ്കിലും കുഞ്ഞിനെ കണ്ടപ്പോൾ അവളുടെ മുഖത്ത് സന്തോഷം നിറഞ്ഞു. ആ നിമിഷം അവളുടെ എല്ലാ വേദനകളും മറന്നുപോയി. പക്ഷേ ആ സന്തോഷത്തിന് അധികം സമയം കിട്ടിയില്ല. അടുത്ത ദിവസം രാവിലെ റിഷാദ് ആശുപത്രിയിലെത്തി. നസിയ കരുതി അവൻ ഓടിയെത്തിയത് കുഞ്ഞിനെ കാണാനുള്ള ആഗ്രഹം കൊണ്ടാണെന്ന്. അവൾ ചിരിച്ചുകൊണ്ട് ചോദിച്ചു, റിഷാദ് മോളെ കണ്ടോ? റിഷാദ് കുഞ്ഞിനെ ഒന്ന് നോക്കി. പിന്നെ നസിയോട് ചോദിച്ചു, നിന്റെ സ്വർണം എവിടെയാണ്? നസിയുടെ മുഖത്തെ പുഞ്ചിരി പെട്ടെന്ന് മാഞ്ഞു. റിഷാദ് ഇപ്പോഴാണോ അതിനെക്കുറിച്ച് പറയുന്നത്? എനിക്ക് അത്യാവശ്യമാണ്. ഞാനിപ്പോൾ പ്രസവിച്ചിട്ട് ഒരു ദിവസമേ ആയിട്ടുള്ളൂ. എനിക്കറിയാം. റിഷാദ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ പറഞ്ഞു, നീ സ്വർണം കൊണ്ടുവരില്ലെങ്കിൽ നമുക്കിനി ഒരുമിച്ച് ജീവിക്കാൻ ബുദ്ധിമുട്ടാകും. ആ വാക്കുകൾ കേട്ട് നസിയുടെ കയ്യിൽ കിടന്നിരുന്ന കുഞ്ഞ് ചെറുതായി ഒന്ന് കരഞ്ഞു. നസിയ കുഞ്ഞിനെ കൂടുതൽ ചേർത്ത് പിടിച്ചു. എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് നീ എന്നോട് ആദ്യം ചോദിക്കുന്നത് സ്വർണമാണോ? റിഷാദ് മറുപടി പറഞ്ഞില്ല. അവൻ തിരിഞ്ഞ് പുറത്തേക്ക് നടന്നു. വാതിലടഞ്ഞപ്പോൾ നസിയ കുഞ്ഞിനെ നോക്കി. അന്ന് അവൾ ആദ്യമായി മനസ്സിലൊരു തീരുമാനമെടുത്തു. ഇനി തൻ്റെ ജീവിതത്തെ സ്വർണത്തിൻ്റെ പേരിൽ ആരും നിയന്ത്രിക്കാൻ ഞാൻ അനുവദിക്കില്ല. ഉമ്മ, ഞാൻ ഇതുവരെ കരുതിയത് അവൻ എന്നെ സ്നേഹിക്കുന്നുണ്ടെന്നാണ്. അവൻ സ്നേഹിക്കുന്നുണ്ടോ ഇല്ലയോ എന്ന് കാലം കാണിക്കും. നസിയ കുഞ്ഞിനെ നോക്കി. എൻ്റെ മോളെ ആ വീട്ടിലേക്ക് കൊണ്ടുപോകാൻ എനിക്ക് പേടിയാകുന്നു. അത് കേട്ടതും സുഹറ മകളെ ചേർത്ത് പിടിച്ചു. 2 ദിവസം കഴിഞ്ഞ് നസിയ ആശുപത്രിയിൽ നിന്ന് വീട്ടിലെത്തി. കുഞ്ഞിനെ കാണാൻ ബന്ധുക്കൾ വന്നിരുന്നു. എല്ലാവരും സന്തോഷത്തിലായിരുന്നു. പക്ഷേ റിഷാദിൻ്റെ ഭാഗത്ത് നിന്ന് ആരും വന്നില്ല. നസിയുടെ മനസ്സിൽ ഒരു പ്രതീക്ഷയുണ്ടായിരുന്നു. കുഞ്ഞിനെ കാണാൻ ഒരിക്കലെങ്കിലും അമ്മായി വരും. പക്ഷേ ഒരു ദിവസവും അവർ വന്നില്ല. 3-ാം ദിവസം റിഷാദ് വിളിച്ചു. നസിയ, കുഞ്ഞിൻ്റെ പേര് എന്താണ് തീരുമാനിച്ചത്? അവൾ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. ഉപ്പയും ഉമ്മയും ഒരു പേര് ആലോചിക്കുന്നുണ്ട്. എന്തായാലും എനിക്കറിയണം. ശരി. ഫോൺ വെക്കാൻ പോകുമ്പോൾ റിഷാദ് വീണ്ടും പറഞ്ഞു, നസിയ, ഞാൻ പറഞ്ഞ കാര്യം മറക്കണ്ട. ഏതു കാര്യം? സ്വർണം. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. റിഷാദ്, ഇപ്പോൾ അതിനെക്കുറിച്ച് സംസാരിക്കരുത്. എനിക്കത് വേണം. നീ എന്നെ വിശ്വസിക്കുന്നില്ലെങ്കിൽ പിന്നെ ഈ ബന്ധം കൊണ്ട് എന്ത് പ്രയോജനം?
സിയ ഒന്നും പറഞ്ഞില്ല. പക്ഷേ അവളുടെ മനസ്സിൽ ഒരു തീരുമാനം പതുക്കെ ഉറപ്പിക്കുകയായിരുന്നു. സ്വർണം കൊടുത്ത് ഒരു ബന്ധം രക്ഷിക്കാൻ അവൾ തയ്യാറായിരുന്നില്ല. അവൾക്കിനി ഒരു കാര്യം മാത്രം അറിയണം. റിഷാദ് ശരിക്കും ബിസിനസ് തുടങ്ങാനാണോ സ്വർണം ചോദിക്കുന്നത്, അതോ അതിന് പിന്നിൽ മറ്റെന്തെങ്കിലുമുണ്ടോ? അതിനുള്ള ഉത്തരം കണ്ടെത്താൻ നസിയ തീരുമാനിച്ചു. സിയ ഉപ്പയോട് പറഞ്ഞു, ഉപ്പ, റിഷാദ് പറയുന്ന ബിസിനസിൻ്റെ കാര്യം എനിക്ക് വിശ്വാസമാകുന്നില്ല. അബ്ദുൾ റഹ്മാൻ ഗൗരവമായി. ഞാൻ ചോദിച്ചപ്പോൾ അവൻ വ്യക്തമായി പറഞ്ഞില്ല. മോളെ, നീ ഇപ്പോൾ കുഞ്ഞുമായി വീട്ടിലിരിക്കുകയാണ്. ഒന്നും പെട്ടെന്ന് തീരുമാനിക്കണ്ട. ഉപ്പ, ഞാൻ സ്വർണം കൊടുക്കില്ല. നീ കൊടുക്കേണ്ട. അബ്ദുൾ റഹ്മാൻ മകളുടെ കൈപിടിച്ചു. പക്ഷേ എന്താണ് സത്യമെന്ന് കണ്ടെത്തണം. അടുത്ത ദിവസം അബ്ദുൾ റഹ്മാൻ ആരോടും പറയാതെ ഒരു കാര്യം ചെയ്തു. റിഷാദ് പറഞ്ഞ ബിസിനസ്സിനെ കുറിച്ച് അന്വേഷിക്കാൻ തുടങ്ങി. അവൻ ചോദിച്ച ആദ്യത്തെ ആളിൽ നിന്നും കിട്ടിയ മറുപടി കേട്ട് അയാൾ ഞെട്ടി. റിഷാദ് പറഞ്ഞിരുന്ന ബിസിനസ് അയാളുടെ പേരിൽ പോലും ഉണ്ടായിരുന്നില്ല. അബ്ദുൾ റഹ്മാൻ വീണ്ടും അന്വേഷിച്ചു. രണ്ടാമത്തെ വിവരം കൂടി അതേ സംശയം ശക്തമാക്കി. വീട്ടിലെത്തിയ അയാൾ നസിയെ വിളിച്ചു. നസിയ, നിന്റെ സ്വർണം ചോദിക്കുന്നതിന്റെ യഥാർത്ഥ കാരണം ബിസിനസ് ആണെന്ന് എനിക്ക് തോന്നുന്നില്ല. നസിയുടെ ഹൃദയം ഒന്ന് പിടഞ്ഞു. പിന്നെ അബ്ദുൾ റഹ്മാൻ മറുപടി പറയുന്നതിനു മുമ്പേ റിഷാദിൽ നിന്നും ഒരു സന്ദേശം നസിയുടെ ഫോണിലെത്തി. ഇത് വായിച്ച നസിയുടെ മുഖം പെട്ടെന്ന് വിളറി. നസിയ ഫോൺ ഉപ്പയ്ക്ക് നേരെ നീട്ടി. സന്ദേശം വായിച്ച ശേഷം അദ്ദേഹം കുറച്ചുനേരം ഒന്നും മിണ്ടിയില്ല. പിന്നെ വളരെ ശാന്തമായി ചോദിച്ചു, നീ ഇപ്പോഴും അവന്റെ കൂടെ പോകണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? നസിയ കുഞ്ഞിനെ നോക്കി, ഉപ്പ, എനിക്ക് റാഷിദിനെ ഉപേക്ഷിക്കണമെന്നില്ല. പക്ഷേ എൻ്റെ കുഞ്ഞിന്റെ ഭാവി സ്വർണത്തിന് പകരം വെക്കാനും എനിക്ക് കഴിയില്ല. അബ്ദുൾ റഹ്മാൻ പറഞ്ഞു, അപ്പോൾ നീ പേടിക്കണ്ട. അന്ന് രാത്രി റിഷാദ് വീണ്ടും വിളിച്ചു. നസിയ ഫോൺ എടുത്തു. നസിയ, ഞാൻ പറഞ്ഞത് നീ ഗൗരവമായി എടുക്കണം. ഞാനും ഗൗരവമായിട്ടാണ് പറയുന്നത്. റിഷാദ്, സ്വർണം ഞാൻ തരില്ല. അപ്പോൾ നീ എൻ്റെ കൂടെ വരേണ്ട. എൻ്റെ കുഞ്ഞിനെയും വേണ്ടേ? റിഷാദ് കുറച്ചു നേരം മിണ്ടാതെ നിന്നു. കുഞ്ഞിനെക്കുറിച്ച് പിന്നെ സംസാരിക്കാം. നസിയുടെ ഹൃദയം തകർന്നു. റിഷാദ്, കുഞ്ഞ് ജനിച്ചിട്ട് നീ അവളെ ഒന്നുപോലും കയ്യിലെടുത്തിട്ടില്ല. ഇപ്പോൾ അവളെയും ഒരു നിബന്ധനയാക്കുകയാണോ? അതിനിടെ നസിയുടെ വീട്ടിൽ ദിവസങ്ങൾ കടന്നുപോയി. കുഞ്ഞിന് 3 മാസം തികയാൻ പോകുന്നു. റിഷാദ് ഇടയ്ക്കിടെ വിളിക്കുമെങ്കിലും ഓരോ സംഭാഷണത്തിൻ്റെയും അവസാനം സ്വർണത്തിൻ്റെ കാര്യം തന്നെ വരും. ഒരു ദിവസം നസിയുടെ അമ്മാവൻ വീട്ടിലെത്തി. അദ്ദേഹം കുറച്ചു നേരം നസിയോട് സംസാരിച്ചു. ഭർത്താവിൻ്റെ വീട്ടിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകുമല്ലോ, അതൊക്കെ വലിയ കാര്യമാക്കരുത്. നസിയ മിണ്ടാതെ നിന്നു. റാഷിദ് നിന്നെ തിരിച്ചു കൊണ്ടുപോകാൻ ആഗ്രഹിക്കുന്നുണ്ട്. സ്വർണം കൊണ്ടുപോയാൽ മാത്രം. അമ്മാവൻ ഒന്ന് ഞെട്ടി. അത് ശരിയാണോ? അതെ. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. അമ്മാവ, ഞാൻ അവനോട് ഒരിക്കൽ ചോദിച്ചു, സ്വർണമില്ലെങ്കിൽ എന്നെ വേണ്ടേ എന്ന്. പതുക്കെ പറഞ്ഞു. അവനൊന്നും പറഞ്ഞില്ല. പക്ഷേ അവൻ്റെ മൗനം തന്നെ എനിക്ക് മറുപടിയായി. അമ്മാവന് പിന്നെ ഒന്നും പറയാനായില്ല. അടുത്ത ദിവസം റിഷാദിൻ്റെ ഫോൺ വന്നു. നസിയ, നീ എൻ്റെ വീട്ടിലേക്ക് വരണം. നീ എന്നെ ഭാര്യയായി തിരിച്ചു വിളിക്കാനാണോ ആഗ്രഹിക്കുന്നത്, അതോ എൻ്റെ സ്വർണത്തെയോ? റിഷാദ് ഒന്നും പറഞ്ഞില്ല. ആ മൗനം തന്നെ നസിയയ്ക്ക് മതിയായിരുന്നു. റിഷാദുമായി സംസാരിച്ച ശേഷം നസിയ ഒരുപാട് നേരം ഉറങ്ങിയില്ല. അവളുടെ മനസ്സിൽ ഒരേ ഒരു ചോദ്യം, എന്നെ സ്നേഹിക്കുന്ന ഒരാൾക്ക് എൻ്റെ സ്വർണം ഇത്രയും പ്രധാനമാകുമോ? ഒരു ദിവസം രാവിലെ നസിയ ഉപ്പയെയും ഉമ്മയെയും വിളിച്ചിരുത്തി. ഉമ്മ, അവർ രണ്ടുപേരും മകളെ നോക്കി. ഞാൻ റിഷാദിൻ്റെ വീട്ടിലേക്ക് തിരിച്ചു പോകാൻ തയ്യാറാണ്. ഉമ്മയും ഉപ്പയും ഒന്ന് ഞെട്ടി. അപ്പോൾ സ്വർണത്തിൻ്റെ കാര്യം? നസിയ തല കുലുക്കി. സ്വർണം കൊടുത്തിട്ടല്ല. അബ്ദുൾ റഹ്മാൻ മകളെ നോക്കി. പിന്നെ അവന് എന്നെയും കുഞ്ഞിനെയും വേണമെങ്കിൽ ഞങ്ങളെ സ്വീകരിക്കാൻ സ്വർണം വേണ്ട. അവൾ കുറച്ചുനേരം നിശബ്ദയായി നിന്നു. പിന്നെ പറഞ്ഞു, ഞാൻ ഭാര്യയായി പോകാം. സ്വർണം കൊടുത്ത് സ്വത്തായി പോകില്ല. അന്ന് വൈകുന്നേരം നസിയ റിഷാദിനെ വിളിച്ചു. റിഷാദ്, എന്താ? ഞാൻ വരാം. റിഷാദ് കുറച്ചുനേരം മിണ്ടാതെ നിന്നു. അവൻ്റെ ശബ്ദത്തിൽ ആശ്വാസം. അപ്പോൾ സ്വർണം? നസിയ ഉടൻ പറഞ്ഞു. അതാണ് വ്യവസ്ഥ. എന്ത്? ഞാൻ വരും, എൻ്റെ കുഞ്ഞും വരും. പക്ഷേ എൻ്റെ സ്വർണം തരില്ല. റിഷാദ് മിണ്ടാതായി. നസിയ, റിഷാദ് എന്നെ ഭാര്യയായി സ്വീകരിക്കാനാണെങ്കിൽ ഞാൻ വരാം. അല്ലാതെ സ്വർണത്തിനാണെങ്കിൽ ഞാൻ വരില്ല. ആ വാക്കുകൾ പറഞ്ഞ് നസിയ ഫോൺ വെച്ചു. അടുത്ത ദിവസം റിഷാദ് നസിയുടെ വീട്ടിലെത്തി. അവൻ്റെ കൂടെ സൈനബിയും ഉണ്ടായിരുന്നു. സുഹറ കുഞ്ഞിനെ എടുത്ത് അകത്തേക്ക് പോയി. അബ്ദുൾ റഹ്മാൻ റിഷാദിനെ ഇരിക്കാൻ പറഞ്ഞു. മോനെ, നസിയ പറഞ്ഞത് നീ സമ്മതിച്ചോ? റിഷാദ് തലകുനിച്ചു. അതെ. അപ്പോഴാണ് സൈനബ ഇടപെട്ടത്. പക്ഷേ ഒരു കാര്യം പറയണം, സ്വർണമില്ലാതെ ഈ വിവാഹം മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞങ്ങൾക്ക് എളുപ്പമല്ല. അബ്ദുൾ റഹ്മാൻ ശാന്തമായി അവരെ നോക്കി. അപ്പോൾ എനിക്ക് ഒരു കാര്യം ചോദിക്കാനുണ്ട്. നിങ്ങൾക്ക് വേണ്ടത് എൻ്റെ മകളാണോ അതോ അവളുടെ സ്വർണമാണോ? സൈനബയ്ക്ക് മറുപടി പറയാനായില്ല. നസിയ കുഞ്ഞിനെ എടുത്തു. അവൾ കുറച്ചു നേരം കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കി. പിന്നെ സൈനബിയെ നോക്കി. അമ്മായി, ശബ്ദമിടറി. എൻ്റെ കുഞ്ഞ് ജനിച്ചിട്ട് ഇത്രയും ദിവസമായി നിങ്ങൾ ഇവളെ കാണാൻ വന്നിട്ടില്ല. സൈനബ അസ്വസ്ഥയായി. അതൊക്കെ പിന്നെ കാണാം. പിന്നെ നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. കുഞ്ഞിനെ കാണാൻ സമയമില്ലാത്ത നിങ്ങൾക്ക് എൻ്റെ സ്വർണം ചോദിക്കാൻ സമയം കിട്ടിയല്ലോ. സൈനബ മിണ്ടാതെ നിന്നു. നസിയ തുടർന്നു. അന്ന് ആശുപത്രിയിൽ നിന്ന് വീട്ടിലേക്ക് വന്നപ്പോഴും ഞാൻ കാത്തിരുന്നു. അമ്മായി വരും, കുഞ്ഞിനെ ഒന്ന് എടുത്തു നോക്കുമെന്ന്. അവളുടെ ശബ്ദം പതുക്കെ തകർന്നു. പക്ഷേ നിങ്ങൾ വന്നില്ല.
കുഞ്ഞ് ചെറുതായി കരഞ്ഞു. നസിയ അവളെ ചേർത്ത് പിടിച്ചു. ഇന്ന് നിങ്ങൾ വന്നപ്പോൾ എൻ്റെ മകളെ കാണാനാണെന്ന് ഞാൻ കരുതി. പക്ഷേ നിങ്ങൾ ചോദിച്ചത് വീണ്ടും സ്വർണത്തെക്കുറിച്ചാണ്. സൈനബയുടെ മുഖത്ത് ദേഷ്യം തെളിഞ്ഞു. നസിയ, നീ ഞങ്ങളെ അപമാനിക്കുകയാണോ? അല്ല അമ്മായി. നസിയ തലകുലുക്കി. ഞാൻ എൻ്റെ കുഞ്ഞിൻ്റെ വില ചോദിക്കുകയാണ്. സൈനബ ഒന്നും പറയാതെ നിന്നു. അപ്പോഴാണ് പുറത്തുനിന്ന് റിഷാദ് അകത്തേക്ക് വന്നത്. അവൻ കുറച്ചു നേരം എല്ലാവരെയും നോക്കി. സൈനബ ഉടൻ പറഞ്ഞു, റിഷാദ്, നിന്റെ ഭാര്യ നിന്റെ ഉമ്മയെ അപമാനിക്കുന്നത് കണ്ടോ? റിഷാദ് നസിയയെ നോക്കി. അവളുടെ കണ്ണുനീർ കണ്ടപ്പോൾ അവൻ്റെ മുഖം മാറി. നസിയ, അവൾ പതുക്കെ പറഞ്ഞു, റിഷാദ്, ഇന്ന് നീ ഒരു കാര്യം മാത്രം തീരുമാനിക്കണം. എന്ത്? നിനക്ക് വേണ്ടത് ഞാനും നമ്മുടെ കുഞ്ഞുമാണോ അതോ എൻ്റെ സ്വർണമാണോ? അത് ഉമ്മയെ നോക്കി, പിന്നെ കുഞ്ഞിനെ നോക്കി. അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ പതുക്കെ മുന്നോട്ട് വന്ന് കുഞ്ഞിനെ ആദ്യമായി സ്വന്തം കൈകളിലെടുത്തു. കുഞ്ഞ് അവൻ്റെ വിരൽ മുറുകെ പിടിച്ചു. റിഷാദിൻ്റെ കണ്ണിൽ നിന്ന് ഒരു കണ്ണുനീർ തുള്ളി വീണു. അവൻ നസിയെ നോക്കി പറഞ്ഞു, എനിക്ക് എൻ്റെ ഭാര്യയും മകളും മാത്രം മതി. സൈനബ ഞെട്ടി. റിഷാദ്? അവൻ ഉമ്മയെ നോക്കി. ഉമ്മ, ഈ കുഞ്ഞിനെ കാണാൻ പോലും നമ്മൾ ഇവിടെ വന്നില്ല. പക്ഷേ അവളുടെ സ്വർണം ചോദിക്കാൻ നമ്മൾ വന്നു. നമ്മുടെ ഭാഗത്താണ് തെറ്റ്. സൈനബ ഒന്നും പറഞ്ഞില്ല. റിഷാദ് നസിയുടെ അടുത്തേക്ക് വന്നു. നസിയ, എന്നോട് ക്ഷമിക്കണം. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. പക്ഷേ അവൾ ഉടൻ മറുപടി പറഞ്ഞില്ല. കാരണം ക്ഷമിക്കാൻ അവളുടെ ഹൃദയം തയ്യാറായിരുന്നെങ്കിലും തിരിച്ചു പോകാൻ അവളുടെ മനസ്സ് ഇപ്പോഴും തയ്യാറായിരുന്നില്ല. റിഷാദ് കുഞ്ഞിനെ കൈകളിൽ പിടിച്ചു. കുഞ്ഞിൻ്റെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവൻ്റെ കണ്ണുകൾ നിറഞ്ഞു. നസിയ, ഞാൻ തെറ്റ് ചെയ്തു. ഉമ്മ പറഞ്ഞതെല്ലാം കേട്ട് ഞാൻ നിന്നോട് സ്വർണം ചോദിച്ചു. നീ എന്താണ് അനുഭവിച്ചതെന്ന് ഞാൻ ഒരിക്കൽ പോലും ചിന്തിച്ചില്ല. സൈനബ പെട്ടെന്ന് പറഞ്ഞു, റിഷാദ്, നീ ഇപ്പോൾ വികാരത്തിൻ്റെ പുറത്താണ് സംസാരിക്കുന്നത്. റിഷാദ് ഉമ്മയെ നോക്കി. ഉമ്മ, വികാരം ഇപ്പോഴാണ് എനിക്ക് ശരിക്കും മനസ്സിലായത്. അവൻ കുഞ്ഞിനെ നോക്കി. ഈ കുഞ്ഞ് ജനിച്ചപ്പോൾ ഞാൻ അവളുടെ അടുത്തുണ്ടായിരുന്നില്ല. അവൾ ആദ്യമായി കരഞ്ഞപ്പോൾ ഞാൻ കേട്ടില്ല. ആദ്യമായി കണ്ണു തുറന്നപ്പോൾ ഞാൻ കണ്ടില്ല. അവൻ്റെ ശബ്ദമിടറി. എന്നിട്ടും ഞാൻ എന്താണ് ചെയ്തത്? അവൻ നസിയെ നോക്കി. കുഞ്ഞിനെക്കുറിച്ച് ചോദിക്കുന്നതിന് മുമ്പ് ഞാൻ സ്വർണത്തെക്കുറിച്ച് ചോദിച്ചു. നസിയുടെ കണ്ണുകൾ നിറഞ്ഞു. റിഷാദ് പതുക്കെ പറഞ്ഞു, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി. സൈനബ ഒന്നും പറയാതെ നിന്നു. അപ്പോൾ നസിയ പറഞ്ഞു, റിഷാദ്, ഞാൻ നിന്നെ വെറുക്കുന്നില്ല. അവൻ അവളെ നോക്കി. പക്ഷേ ആ വീട്ടിലേക്ക് തിരിച്ചു വരുമ്പോൾ എനിക്കൊരു കാര്യം ഉറപ്പായിരിക്കണം. എന്താണ്? എൻ്റെ വില എൻ്റെ സ്വർണത്തിൻ്റെ അളവനുസരിച്ച് തീരുമാനിക്കപ്പെടരുത്. അത് പറഞ്ഞു, ഇല്ല, ഇനി ഒരിക്കലുമില്ല. എൻ്റെ കുഞ്ഞിനും അതേ അവകാശമാണ്. അവൾക്ക് സ്വർണം കൊണ്ടല്ല ഉപ്പയെ കിട്ടേണ്ടത്. റിഷാദിൻ്റെ കണ്ണുകൾ നിറഞ്ഞു. അവൻ കുഞ്ഞിനെ നസിയുടെ കൈകളിലേക്ക് തിരികെ നൽകി. നസിയ, നമുക്ക് പുതിയതായി തുടങ്ങാം. നസിയ കുറച്ചു നേരം മിണ്ടാതെ നിന്നു. പിന്നെ ഉപ്പയെയും ഉമ്മയെയും നോക്കി. അബ്ദുൾ റഹ്മാൻ ഒന്നും പറഞ്ഞില്ല. അവൻ്റെ കണ്ണുകളിൽ ഒരേ ഒരു ചോദ്യം മാത്രം, മോളെ, നിനക്ക് സന്തോഷമാണോ? നസിയ പതുക്കെ പുഞ്ചിരിച്ചു. ഉപ്പ, ഞാൻ പോകാം. സുഹറയുടെ കണ്ണുകൾ നിറഞ്ഞു. മോളെ, ഞാൻ സ്വർണം കൊണ്ടല്ല പോകുന്നത്. അവൾ കുഞ്ഞിനെ ചേർത്ത് പിടിച്ചു. എൻ്റെ മകളെയും എൻ്റെ ആത്മാഭിമാനത്തെയും കൂട്ടിയാണ് പോകുന്നത്. അബ്ദുൾ റഹ്മാൻ മകളുടെ നെറ്റിയിൽ ചുംബിച്ചു. അത് മതി മോളെ. നസിയ റിഷാദിനൊപ്പം വാതിലിലേക്ക് നടന്നു. പുറത്തേക്ക് ഇറങ്ങുന്നതിന് മുമ്പ് അവൾ ഒരിക്കൽ കൂടി തിരിഞ്ഞു നോക്കി. ഉപ്പയും ഉമ്മയും അവിടെ തന്നെ നിൽക്കുന്നു. അവൾ കണ്ണുനീർ തുടച്ചു പുഞ്ചിരിച്ചു. ഉപ്പ, നിങ്ങൾ തന്ന സ്വർണം ഞാൻ സൂക്ഷിക്കും. പക്ഷേ അതിനേക്കാൾ വിലയുള്ളൊരു കാര്യം നിങ്ങൾ എന്നെ പഠിപ്പിച്ചു. നസിയ കുഞ്ഞിനെ നോക്കി. സ്വന്തം വില ഒരിക്കലും മറ്റൊരാളുടെ കയ്യിലെ സ്വർണത്തിൽ അളക്കരുതെന്ന്. അബ്ദുൾ റഹ്മാന്റെ കണ്ണുകൾ നിറഞ്ഞു. റിഷാദ് നസിയുടെയും കുഞ്ഞിൻ്റെയും അടുത്തേക്ക് നിന്നു. ഇപ്രാവശ്യം അവൻ അവരെ വീട്ടിലേക്ക് കൊണ്ടുപോകുന്നത് സ്വർണത്തിനു വേണ്ടിയല്ല, തൻ്റെ ഭാര്യയെയും മകളെയും സ്വന്തമാക്കാനായിരുന്നു. ഒരു പെൺകുട്ടിയെ വീട്ടിലേക്ക് കൊണ്ടുവരുന്നത് അവളുടെ കയ്യിലെ സ്വർണത്തിനു വേണ്ടിയല്ല, അവളുടെ ഹൃദയത്തിലെ സ്നേഹത്തിനു വേണ്ടിയാണ്. സ്വർണം നോക്കി സ്വീകരിക്കുന്ന ബന്ധത്തിന് വിലയുണ്ടാകില്ല. മനസ്സിനെ നോക്കി ചേർത്ത് പിടിക്കുന്ന ബന്ധത്തിനാണ് യഥാർത്ഥ വില. അവളുടെ കഴുത്തിലെ സ്വർണമല്ല, അവളുടെ കണ്ണിലെ കണ്ണുനീർ കാണാൻ കഴിയുന്നവനാണ് യഥാർത്ഥ ഭർത്താവ്. എൻ്റെ ഈ കഥ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ എന്നെ അറിയിക്കണേ. ഇതിലും മനോഹരമായ ഒരു കഥയുമായി വീണ്ടും കാണാം.